ഹായ് ഡിയേഴ്സ്, ഇന്ന് തിരുവാതിരപ്പുഴുക്കാണ് കേട്ടോ ഇടാൻ പോണത്. ഇത് തിരുവാതിരയുടെ അന്ന് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇന്നാണ് ഇടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി അരക്കപ്പ് ചെറുപയർ, അരക്കപ്പ് വൻപയർ, കോലിക്കപ്പ കിട്ടാഞ്ഞതുകൊണ്ട് നമ്മുടെ പച്ചക്കപ്പയാണ് എടുത്തത്, കുറച്ച് കൂർക്ക, ചേന, പച്ചക്കായ, ചേമ്പ്, കാച്ചിൽ. ഇനിയും വേറെ കുറേ കഷ്ണങ്ങളൊക്കെ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് പയറൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ 2 പയറ് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെള്ളത്തിലിടാതെ തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇത് ആദ്യം ഒരു 2-3 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഓഫാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതി. വെന്തിട്ടില്ലെങ്കിൽ മിക്കവാറും അത് വേകും. പുഴുക്കിന് ശരിക്കും ചെറുപയർ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ വൻപയർ കൂടി ഇട്ടതന്നേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയും കൂടി ഒന്ന് വേറെ വേവിച്ചെടുക്കണം. ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിരുന്ന കപ്പയാണ് കേട്ടോ, എന്നാലേ ഇതിൻ്റെ തൊണ്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ കളഞ്ഞെടുക്കാം. അപ്പോൾ കപ്പയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പയും പയറും ഒക്കെ വേകുമ്പോഴേക്കും നമുക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കാം. ഇത് കായും കൂർക്കയാണ്, അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചേന സെപ്പറേറ്റ് അരിഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈ ചൊറിയും. ഇത് കാച്ചിലരിഞ്ഞത്. ഇനി എല്ലാം കൂടി നമുക്ക് കഴുകിയെടുക്കാം. ആദ്യം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരു പകുതി വേവാകട്ടെ. ചേന ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് പയറും കപ്പയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു അരമുറി തേങ്ങ അരച്ച് വെച്ചിരുന്നതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുഴുക്കൊക്കെ വെന്തിറക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും കടുക്, മുളക്, നമ്മുടെ വേപ്പില എല്ലാം കൂടി ഒന്ന് കടുക് വറുത്ത് ഇതിലേക്ക് ഇടിയേ. അപ്പോൾ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.